ഭാവന സ്റ്റുഡിയോസ് നമുക്കറിയാം, ഒരു വലിയ ബാനറാണ്. ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. കുമ്പളങ്ങി നൈറ്റ്സ്, തങ്കം, അതുപോലുള്ള ഒരുപാട് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ ആയാലും അങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമകളിൽ നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്ന ദിലീഷ് ചേട്ടൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ എങ്ങനെയാണ് ഈ ഒരു പ്രേമലു എന്ന് പറഞ്ഞൊരു മൂവി കമ്മിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഇപ്പം എല്ലാം ഇൻവെസ്റ്റിഗേറ്റീവ് പടങ്ങളും അങ്ങനെ ചിരിപ്പിക്കുന്ന പടങ്ങൾ, ഇതുപോലുള്ള പടങ്ങൾ വരണം എന്നുള്ളത് കൊണ്ടാണോ? അത് എന്താണ് ഇതിലേക്ക് എത്താനുള്ള റീസൺ? അല്ല, ഈ സിനിമ എന്തുകൊണ്ട് ഭാവന സ്റ്റുഡിയോസ് പ്രൊഡ്യൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരവേ ഉള്ളൂ. ഗിരീഷ് ഷെഡി. ഗിരീഷ് ഷെഡി എന്ന പറയുന്ന ഫിലിം മേക്കർ വളരെ മികച്ച 2 സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. ആ 2 സിനിമകളും തിയേറ്ററിൽ മികച്ച വിജയങ്ങൾ നേടിയ സിനിമകളായിരുന്നു. അത് അതിൻ്റെ പ്രത്യേകത കൊണ്ടും പുതുമ കൊണ്ടും ഐഡൻറ്റിറ്റി കൊണ്ടൊക്കെ വളരെ മലയാളത്തിൽ ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയാണ് ഗിരീഷിൻ്റെ 2 സിനിമകളും. അപ്പോൾ അത്രയും പ്രൂവ് ചെയ്തിട്ടുള്ളൊരു ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഒരു ഇതുണ്ടായിരുന്നുള്ളൂ. അത് ഗിരീഷ് എനിക്ക് പറഞ്ഞാൽ തണ്ണീർമത്തം കഴിഞ്ഞൊരു സമയം മുതൽ തന്നെ നമ്മളൊരു സിനിമയ്ക്ക് വേണ്ടി ഗിരീഷുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് സംഭവിച്ചപ്പോഴാന്നേ ഉള്ളൂ. അപ്പോൾ ഗിരീഷിനോട് സംസാരിച്ച് ഗിരീഷ് നമുക്കൊരു പടം ചെയ്യുന്നതിനെക്കുറിച്ച് ഇങ്ങനെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. ഗിരീഷുമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഗിരീഷ് കയ്യിലുള്ള 1-2 ഐഡിയകളെക്കുറിച്ച് സംസാരിച്ചു. അപ്പം നമ്മൾ കൂടുതലും ഗിരീഷിന് ഏത് കോൺഫിഡൻസ് ഏതിലേക്കാണ്, ഗിരീഷിനെ ട്രസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഈ പ്രൊജക്റ്റിലുടനീളം ശ്രമിച്ചിട്ടുള്ളൂ. ഗിരീഷിനോട് നമ്മൾ ഇത് ചെയ്യണമെന്ന് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ഗിരീഷിന് കൂടുതൽ ഇഷ്ടപ്പെട്ട കഥ ഏതാണ് അത് ഗിരീഷ് പറയുന്നു. അപ്പോൾ അത് നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചിലപ്പം ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ബാക്കി ഗിരീഷിന് കംഫർട്ടായിട്ട് ഷൂട്ട് കൊണ്ടുപോകുക, ഗിരീഷിന് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മാത്രമാണ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് 100% വിശ്വാസമുണ്ട്. ഈ ആദ്യ ഭാവന സ്റ്റുഡിയോസിൽ നിന്ന് നസ്രിയനും ബേസിലിനെയും വെച്ചുകൊണ്ട് ഒരു പ്രൊജക്റ്റ് ആലോചിച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രേമലുവിൽ അവർ 2 പേരുടെയും റോളുകളാണ് ഇവർ ചെയ്യുന്നത്, അതോ എഴുത്തിന് സമയത്ത് തന്നെ ഇവർ 2 പേരും തന്നെയായിരുന്നു കാശ്? അല്ല, അത് ദിലീഷ് ചേട്ടൻ ആദ്യം എന്നോടൊരു അഭിപ്രായം ചോദിച്ചതാണ്. ഇങ്ങനെ നമ്മൾ കണ്ടപ്പോൾ നസ്രിയും ബേസിലിനെ വെച്ച് ചെയ്യാൻ പറ്റിയ പല സബ്ജക്റ്റും ഉണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എൻ്റെ വേറൊരു സബ്ജക്റ്റാണുള്ളത് എന്ന് പറഞ്ഞ് നമ്മൾ പ്രേമലുവിൻ്റെ സബ്ജക്റ്റ് പറയണതാണ്. അങ്ങനെയാണ്, അല്ലാതെ അതിനെക്കുറിച്ച് ഈ പടത്തിന് നസ്രിയും ബേസിൽ അങ്ങനെയല്ലായിരുന്നു. ഗിരീഷിൻ്റെ സിനിമകളൊക്കെ കണ്ടപ്പോൾ ഞാൻ പേഴ്സണലി എനിക്ക് ഒരു താല്പര്യം തോന്നിയത് ഗിരീഷ് ഒരു കുറച്ചും കൂടെ ഒരു സ്കൂൾ ലൈഫ് അല്ലെങ്കിൽ ഒരു പഠിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞിട്ടുള്ള ഒരു കഥ ഗിരീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു കൗതുകം എനിക്കുണ്ടായിരുന്നു. ഗിരീഷിൻ്റെ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ബേസിൽ നസ്രിയൊക്കെ ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടാകും എന്നൊക്കെ കരുതി അങ്ങനെ ഒരു വെറുതെ ഒരു പരിപാടിക്ക് ഒരു തുടക്കത്തിൽ എന്ന രീതിയിൽ ഞാനങ്ങനെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ആ കയറ്റ് ഒരു സ്വരം. അപ്പം ഗിരീഷ് പറഞ്ഞിങ്ങനെ അതെല്ലാം നമുക്ക് എൻ്റെ കയ്യിൽ വേറൊരു പരിപാടി ഇങ്ങനെ ഇരിപ്പുണ്ട്, പക്ഷെ അത് അവർക്ക് പറ്റുന്നതാണോ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഗിരീഷ് ഇപ്പോൾ ഐഡിയ പറഞ്ഞു. അപ്പം അതൊക്കെ അത് ഓക്കെ ഐഡിയ, ഗിരീഷിന് കോൺഫിഡൻസ് ഉള്ള ഒരു സിനിമ ചെയ്യുക എന്നുള്ളതുണ്ടായിരുന്നുള്ളൂ. ഐഡിയ ഞങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിരുന്നു. നസറിൻ്റെ മമതയുടെ കാസ്റ്റിങ്ങിലും 100% കോൺഫിഡൻ്റ് ആയിരുന്നു. എനിക്ക് തോന്നിയ സമയത്ത് അങ്ങനെ തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവരാൻ പറ്റുന്ന കാസ്റ്റ് തന്നെയാണ് അവരുടേത് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒരു കാലത്ത് യുവാക്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു. യുവാക്കളുടെ ഇടയിൽ നല്ല തരംഗമായിരുന്നു ഒരു സിനിമ. ആ സിനിമ പോലൊക്കെ യുവതലമുറയ്ക്ക് ഒരു ചർച്ചയും സ്നേഹവും അതുപോലെ തിയേറ്ററിലേക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ കയറി ചെല്ലണം, സിനിമ കാണണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പടമായിരിക്കും. ഉറപ്പായിട്ടും അത് ഇപ്പം അത്രയും ഡ്രാമയൊക്കെ ഉള്ളൊരു ലവ് സ്റ്റോറിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്നാണ് ഞാൻ പറയുക. ഇത് പുതിയ കാലഘട്ടത്തിൻ്റെ കഥയാണ്. ഒരു സിനിമയിലും ഒക്കെ മൊത്തത്തിലുണ്ടായൊരു മാറ്റം ഉറപ്പായിട്ടും ഈ സിനിമയിലും ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായിട്ടും അങ്ങനത്തെ യങ്സ്റ്റേഴ്സിൻ്റെ ഒരു ട്രെൻഡ് സെക്ടറായി മാറും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. മഹേഷിൻ്റെ പ്രതികാരം ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ തന്നെ അതിലെ ആർട്ട് എന്ന് പറയുന്നത് ഭീകരമായിരുന്നു. അതിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കണ്ടിരുന്നു. ജോജിക്ക് വേണ്ടിയിട്ട് ഒരു ഒരു കൊളാക്കിയൊരു വീഡിയോ കണ്ടിരുന്നു. കുമ്പളങ്ങിലായാലും അതിൻ്റെ കാസ്റ്റിങ്ങിൻ്റെ ഒക്കെ പരിപാടികളൊക്കെ ഭയങ്കര രസമായിരുന്നു. പ്രേമലുവിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ദിലീഷ് ചേട്ടൻ്റെ രീതിയിൽ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒരു കാര്യത്തിലും എനിക്കറിയത്തില്ല. ഞാൻ
സ്ക്രിപ്റ്റ് വായിച്ചു. എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളൊക്കെ ഞാൻ ഗിരീഷിനോട് അന്നേരം പറഞ്ഞിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നുമില്ല, അതൊന്നുമില്ല. ഒരു സിനിമയ്ക്ക് ആർട്ട് എന്നുള്ളതല്ല, ഒരു സിനിമ ഒരു പ്രൊജക്റ്റ് വൃത്തിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ഒരു ഡയറക്ടർക്ക് സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എപ്പോഴും ചെയ്യാൻ ശ്രമിക്കാറ്. നമ്മളൊരു സ്ക്രീൻ പ്ലേ കംപ്ലീറ്റ് ആയത് അതിൻ്റെ ഒരു പ്രൊജക്റ്റ് പേപ്പറിലെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പുള്ള പേപ്പറിലെ അവസ്ഥയെ നമ്മൾ ഉറപ്പായിട്ടും വിലയിരുത്തും. അതിനുശേഷം ആ ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിന് ഡയറക്ടർക്ക് ഏറ്റവും കോൺഫിഡൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അത് ആ നിലയ്ക്ക് ഇപ്പം പ്രേമലു ഗിരീഷിൻ്റെ മുൻ പടങ്ങൾ ആയിട്ട് അങ്ങനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സ്കെയിലിൽ ഉറപ്പായിട്ടും വലിയ സിനിമയാണ്. കുറച്ച് ബഡ്ജറ്റായിട്ടുള്ള സിനിമയാണ്. ഹൈദരാബാദിലും അങ്ങനെ സിറ്റിയിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു കുറച്ച് ബിഗ്നസ് പടത്തിനുണ്ട്, ഒരു പ്രൊഡക്ഷൻ വാല്യൂ പടത്തിനുണ്ടെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ട് ഗിരീഷിന് കൊടുക്കാൻ പറ്റിയെന്നുള്ളതല്ലാതെ അതിൻ്റെ പൂർണ്ണമായ പ്ലാനിങ്ങും എക്സിക്യൂഷനും ആലോചനകളും ഡിസൈനും എല്ലാം ഗിരീഷിൻ്റെ ശൈലിയിലാണ്. പൂർണ്ണമായിട്ടും അത് ഗിരീഷിൻ്റെ പടമാണ്. ഇപ്പോൾ ഈ അടുത്ത് വന്നിരിക്കുന്ന ഒരു കുറേ കാര്യങ്ങളുണ്ട്. സിനിമ പ്രേക്ഷകരെ സംബന്ധിച്ച്, കാണാൻ പോകുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് കുറച്ച് കാമ്പുള്ള സിനിമ, ഒരു ആർട്ട് വർക്കായിട്ടുള്ളൊരു സിനിമകളായാലും അതിനെ മാസ് പ്രതീക്ഷിച്ച് പോയി കണ്ടിട്ട് ഒന്നും മാസില്ല എന്നുള്ള രീതിയിൽ വരുന്നു. പിന്നെ കുറച്ച് കാമ്പുള്ള സിനിമകളെ പ്രകൃതി സിനിമകൾ എന്നുള്ള രീതിയിൽ വിലയിരുത്തുന്നു. ഇത്തരത്തിലുള്ള ലേയേഴ്സുള്ള സിനിമകൾ വരുമ്പോൾ തിയേറ്ററിലേക്ക് ആളുകൾ വരുന്നില്ല എന്നുള്ളൊരു വിഷമം വരുന്നിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെയൊന്നും എനിക്ക് ഒരിക്കലും തോന്നാറില്ല. ഇതൊക്കെ ആളുകൾ വെറുതെ പല രീതിയിലുള്ള ഓരോരുത്തരുടെ വിലയിരുത്തലുകൾ ഉണ്ടാവും. അത് ചെറിയൊരു ശതമാനം ആളുകൾ അങ്ങനെയുള്ളവരുണ്ടാവാം, അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവാം, അങ്ങനെ പറയുന്നുണ്ടാവാം. ഇതൊന്നും പൊതുവെ ഇതൊന്നും ബാധിക്കുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പടം നല്ലതാണെങ്കിൽ തിയേറ്ററിൽ ഓടും, ആൾ വരും. പടം മോശമാണെങ്കിലും എന്നൊക്കെ പറയാം. ഇപ്പോൾ ആൾക്കാരുടെ ഒരു എന്താ പറയുക, ഒരു കോമൺ പോപ്പുലർ ഓഡിയൻസ് എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകളുടെ ഒരു ടേസ്റ്റ് എപ്പോഴും എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അവർ കൂടുതലായിട്ട് സിനിമ കാണുന്നത്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് വാല്യൂസ് ഉള്ള സിനിമകൾ ഉറപ്പായിട്ടും തിയേറ്ററിൽ ആളുകൾ കൂട്ടത്തോടെ വന്ന് കണ്ടിട്ട് പോകും. അതിനകത്ത് തർക്കമില്ല. എൻ്റർടൈൻമെൻറ്റ് വാല്യൂ കുറയും തോറും ആ കൈൻഡ് ഓഫ് ഫിലിംസിൻ്റെ ഓഡിയൻസ് കുറവായിരിക്കും, ആ ജോണറിന് ഓഡിയൻസ് കുറവായിരിക്കും. ഇത് റിയാലിറ്റിയാണ്. അന്യഭാഷാ സിനിമകൾ വരുമ്പോൾ മലയാള സിനിമകൾ കാണാൻ തോന്നാറില്ല എന്നുള്ളൊരു വിലയിരുത്തൽ വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നുമില്ലേ. നമുക്ക് എന്തായാലും നമ്മുടെ കൾച്ചറിലുള്ള സിനിമകളോട് ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടം ഉണ്ടാവും എന്നാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്. ഇത് എല്ലാ മലയാളികൾക്കും അവരുടെ കൾച്ചറിൽ നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അവരുടെ ലാംഗ്വേജിലുള്ള സോളിഡ് സിനിമകളോടായിരിക്കും ഉറപ്പായിട്ടും ഒരു കുറച്ച് പ്രത്യേക ഇഷ്ടം നമുക്ക് കൂടുതലുണ്ടാവുക. അന്യഭാഷകളിൽ നിന്നും നേരത്തേക്കാളും കൂടുതലായിട്ട് നമുക്ക് എല്ലാ സിനിമകളും കാണാൻ പറ്റുന്നുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടുത്തെ നല്ല സിനിമകൾ നമ്മൾ ഉറപ്പായിട്ടും കാണും. അതിനകത്ത് തർക്കമില്ല. അത് ലാംഗ്വേജ് ഇപ്പം പഴയ പോലെ അത്ര ബാരിയറാവാറില്ല. നമുക്ക് എല്ലാവർക്കും സിനിമ തിയേറ്ററിൽ പോകുന്ന ഓഡിയൻസിന് പലപ്പോഴും സബ് ടൈറ്റിൽ ശീലമായിട്ടുണ്ട്. അല്ലെങ്കിൽ തമിഴൊക്കെ ഉള്ള ലാംഗ്വേജുകൾ എല്ലാവർക്കും ഇപ്പം അങ്ങനെ ആസ്വദിച്ച് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ കൾച്ചറുകളെയൊക്കെ കുറച്ചും കൂടെ അറിയാം മുമ്പത്തേക്കാളും. അതിപ്പം തെലുങ്ക് സിനിമകളോടായാലും ഹിന്ദി ആയാലും നമുക്ക്, അല്ലെങ്കിൽ പുറത്തുള്ള കൾച്ചറുകളൊക്കെ കുറച്ചും കൂടെ ഇപ്പം നമുക്ക് ബാക്കി സോഷ്യൽ മീഡിയയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ പരിചയമുള്ളതുകൊണ്ട് ഉറപ്പായിട്ട് അത്ര സിനിമകൾ ആളുകൾ കാണും. അതിനകത്ത് അത്ഭുതപ്പെടാനൊന്നുമില്ല. അത് ആളുകൾക്ക് അത്ര സിനിമകളോട് പ്രത്യേക അഭിനിവേശം ഉണ്ടായിട്ടൊന്നും തോന്നുന്നില്ല. നല്ല സിനിമകളായതുകൊണ്ട് ആൾക്കാർ വരും കാണും. കഴിഞ്ഞ വർഷമായാലും ഈ വർഷമായാലും മലയാളത്തിൽ ഒരു ആഴ്ചകളിൽ ഇറങ്ങുന്ന സിനിമകൾ ഒരു 10 സിനിമകളോളം ഇറങ്ങുന്നുണ്ട്. അത്തരം എല്ലാ സിനിമകളും തന്നെ പരാജയപ്പെട്ടു പോകുന്നൊരു പ്രവണത കണ്ടിരുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും മലയാളത്തിൽ ഇത്ര സിനിമകൾ വന്നിട്ട് ആളുകൾ തിയേറ്ററിൽ വരുന്നില്ല? അല്ലെങ്കിൽ എണ്ണത്തിലൊരു കാര്യമില്ലല്ലോ. 1000 സിനിമ വന്നെന്ന് പറഞ്ഞിട്ട് ഒരു ഇൻഡസ്ട്രി വലുതാവില്ലല്ലോ. എത്ര മികച്ച സിനിമകൾ വന്നു എന്നുള്ളതിൽ മാത്രമേ ഒരു ഇൻഡസ്ട്രിക്ക് അത് ഗുണം ചെയ്യുകയോ, അല്ലെങ്കിൽ എല്ലാവരും മികച്ച സിനിമകൾക്ക് വേണ്ടിയിട്ട് തന്നെയായിരിക്കും ശ്രമിക്കുന്നത്. പക്ഷേ എങ്കിലും അതാണ് ഇപ്പം ഒരാഴ്ച 10 മോശം പടം വന്നാൽ തിയേറ്ററിൽ ചിലപ്പോൾ ആരും വരില്ല. ഒരൊറ്റപ്പടം വന്നുള്ള ഈ ആഴ്ച അത് നല്ല പടമാണെങ്കിൽ എല്ലാവരും വരും കാണാൻ. അപ്പം എണ്ണത്തിലതൊരു ഫാക്ടറല്ലോ. എന്നാൽ പോലും ഒരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ ദിലീഷ് ചേട്ടൻ്റെ ഒരു സിനിമ എടുത്താൽ പോലും ദിലീഷ് ചേട്ടൻ്റെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, സിനിമ എടുത്താൽ അത്ര കെ ജോർജിൻ്റെ ഒക്കെ പറയുന്നുണ്ട്, ആർട്ട് എന്ന് പറയുന്നൊരു കല ഇനിയും സഞ്ചരിക്കും, ഇപ്പോൾ പരാജയപ്പെട്ടാലും സഞ്ചരിക്കുമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ സിനിമ അത്തരം ആളുകളിലേക്ക് എത്തിക്കേണ്ട ഒരു വ്യവസായ ഇതല്ലേ? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. അല്ല, അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതിന് സാധ്യമാകുന്ന ബഡ്ജറ്റിലായിരിക്കണം നമ്മൾ സിനിമ ചെയ്യേണ്ടത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ സിനിമകൾ പറയുമ്പോൾ നമ്മൾ അതിന്
സാധ്യമായിട്ടുള്ള ബഡ്ജറ്റിലേക്ക് സിനിമകൾ ചെയ്യാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ഞാനീ പറയുന്നത് കൊമേഴ്ഷ്യലായിട്ടുള്ള വിജയത്തെക്കുറിച്ച് മാത്രമാണ്. അപ്പം നമുക്ക് എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയിലൂടെ നമുക്ക് നല്ല ആശയം പറഞ്ഞുകൂടെ? അതിന് കുഴപ്പമുണ്ട്. എൻ്റർടൈൻമെൻ്റ് ഉണ്ട് എന്ന് കരുതി ഒരു നല്ല കണ്ടന്റ് ഇല്ലാണ്ടാവുന്നില്ലല്ലോ. നമുക്ക് അതാണ് അതിനകത്തെ കാര്യം എന്നാ തോന്നുന്നു. മഹേഷിന്റെ പ്രതികാരം ഇറങ്ങിയിട്ട് 8 വർഷം ആയിരിക്കുന്നു. അപ്പോൾ മഹേഷിന്റെ പ്രതികാരം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരുപാട് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പോൾ അതിലാണ് ആദ്യമായിട്ട് ഡീറ്റെയിലിങ്ങിനെ പറ്റിയിട്ടും ബ്രില്യൻസിനെ പറ്റിയിട്ടും പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ സിനിമയുടെ പ്രയോഗങ്ങൾ ഇപ്പോഴും നീ ഒരു സ്ഥലത്ത് നിൽക്കട എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇത്ര ചീപ്പാണ് ആർട്ടിസ്റ്റ് ബേബി എന്ന് പറയുന്ന പ്രയോഗങ്ങൾ പോലും ഇന്നും വളരെ റെലവൻ്റ് ആണ്. പ്രകാശ് സിറ്റിയും അല്ലെങ്കിൽ അതിൻ്റെ ചിരിയും ഒക്കെ ഇന്നും ട്രോളുകളിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പൊളിറ്റിക്കൽ കറക്റ്റ്നസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ബ്രില്യൻസിനെ പറ്റിയിട്ടൊക്കെ ആളുകൾ ചർച്ച ചെയ്യപ്പെടണമെന്നും അല്ലെങ്കിൽ എല്ലാ കാലത്തും റെലവൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ള രീതിയിൽ മഹേഷിന്റെ പ്രതികാരത്തിന് വല്ലാത്തൊരു അത്യധ്വാനം നിങ്ങൾ ചെയ്തിരുന്നു ശ്യാം ചേട്ടനും ദിലീഷ് ചേട്ടൻ? ഒരിക്കലുമില്ല. അത് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അങ്ങനെയൊന്നും ആലോചിച്ചിരുന്നില്ല. നമുക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തിയേറ്ററിൽ വർക്കാവുന്ന ഒരു സിനിമ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ കഥയോടും അതിലെ കഥാപാത്രങ്ങളോടുമൊക്കെ ഒരു ഫിലിം മേക്കർ എന്ന നിലയിലും റൈറ്റർ എന്ന നിലയിലും ഒക്കെ ഞങ്ങൾ ഏറ്റവും നീതി പുലർത്താൻ ശ്രമിച്ചിരുന്നു. അത് ഏറ്റവും വൃത്തിയായിട്ടിരിക്കണമെന്നും അത് കുറച്ച് ഒതൻറ്റിക്കായി തന്നെ ആ കഥ പറയണം എന്നൊക്കെയുള്ള തോന്നലുണ്ടായിരുന്നു. അല്ലാണ്ട് ഇത് അങ്ങനെ ആവുമെന്നൊന്നും കരുതിയിട്ടില്ല നമ്മൾ. പ്രത്യേകിച്ച് അത് അതിൻ്റെ ആദ്യത്തെ സിനിമയാണ്. അത്ര കോൺഫിഡൻസ് ഉള്ളൊരു ഡയറക്ടറൊന്നും അല്ല ഞാനപ്പം അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 50 ദിവസം ഓടുന്ന ഒരു പടം എന്ന സങ്കല്പത്തിലാണ് സത്യത്തിൽ പടം ചെയ്തത്. പിന്നീടാണ് അതൊക്കെ ആയത്. ഈ ദിലീഷേട്ടൻ പലതും ചെയ്യുന്നതിൽ ഒരുപാട് ബ്രില്യൻസ് ഉണ്ടെന്നൊക്കെ ഈ സിനിമാ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് വരും. ഇപ്പോൾ ദിലീഷേട്ടൻ മഹേഷിന്റെ വോളിബോൾ മോഡൽ കയറ്റി വെച്ചിട്ടുള്ളത് ഇടുക്കിക്കാരുടെ ഈ വോളിബോൾ ഒരു ബ്രെഡ് ലൈൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയും. ദിലീഷേട്ടൻ ഗ്ലാസ് വെച്ചിട്ട് അതിൽ പകുതി ചായ വെച്ചാൽ അയാളുടെ ജീവിതം സന്തുലിതാവസ്ഥയിലാണെന്നൊക്കെ ആളുകൾ പറഞ്ഞ് കുറിപ്പെടുന്നു. അപ്പോൾ ഈ ബ്രില്യൻസ് ഒരു വലിയ പ്രശ്നമാവാറുണ്ടോ? അത് വീട്ടാകും ഒരു കാര്യമില്ലെന്ന്, ഒരു കാര്യമുള്ള കാര്യങ്ങളല്ല ഇതൊന്നും. ഒരു സിനിമ നന്നാകുക എന്നുള്ളതേ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു സാധനം നന്നായി കഴിയുമ്പോൾ ആളുകൾ അതിനെക്കുറിച്ച് പല രീതിയിൽ പറയും. ആ സിനിമ മോശമായി കഴിഞ്ഞാൽ ആളുകൾ അതിനെക്കുറിച്ച് ആ രീതിയിൽ സംസാരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അത് നമ്മുടെ കയ്യിലല്ലാതിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമ ഇപ്പം ഇന്നലെ വരെ ഇപ്പം ഗിരീഷുമായിട്ട് നേരെ സംസാരിക്കുമ്പോൾ നമ്മൾ ഈ പ്രേമലു എന്ന് പറയുന്ന പടത്തിൽ ഇന്നലെ വരെ ഞങ്ങൾക്ക് ഇച്ചിരി പണി തീരാൻ ഇച്ചിരി വൈകിപ്പോൾ നമ്മൾ പറയും. അല്ലെങ്കിൽ തലേ ദിവസവും റിലീസിൻ്റെ തലേ ദിവസമൊക്കെയാണ് ഡയറക്ടറൊന്ന് സമാധാനപ്പെടുന്നത് പണി കഴിഞ്ഞിട്ട്. അപ്പം അത്രയേ ഉള്ളൂ അതിനകത്തൊക്കെ കാര്യം. അത് എല്ലാവരും നല്ലതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് വലിയ കാര്യമില്ലെന്നാണ് തോന്നുന്നത്. ഒരു സിനിമ അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. പിന്നെ അത് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ആർട്ട് എന്ന രീതിയിൽ അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ആർട്ട് റീഡ് ചെയ്യുക. അതിനെ അതിൻ്റെ വഴിക്ക് വിട്ടേച്ചാൽ മതി നമ്മൾ. ഉറപ്പായിട്ടും ചിന്തിക്കേണ്ടി വരുമല്ലോ. ഉറപ്പായിട്ടും നമ്മളും കാണണം. അങ്ങനെ കൈവിട്ട അർത്ഥങ്ങളൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട്. എന്താണെന്നും ഇതിന് എന്നോട് വെളിപ്പെടുത്തിയിട്ടില്ല. എല്ലാം ഉണ്ട്. അതിനൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനത്തെ ചില സസ്പെൻസുകൾക്കായിട്ട് പുള്ളി വെച്ചിരിക്കുന്നതാണ്. ദിലീഷേട്ടാ, ഇപ്പോൾ തങ്കത്തിന് ശേഷം ശ്യാം പുഷ്കരൻ എവിടെയാണെന്ന് എല്ലാവരും അന്വേഷിക്കുന്നു. അപ്പോൾ നമ്മൾ അറിയുന്നത് അദ്ദേഹം ഇങ്ങനെ ഫഹദിലേക്ക് വെച്ചൊരു മാസ് സിനിമ എഴുതുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളുണ്ട്. ഷാറുഖ് ഖാന് വേണ്ടി സിനിമ എഴുതുന്നു എന്ന് പറയുന്നുണ്ട്. ശരിക്കും ശ്യാം പുഷ്കരൻ എവിടെയാണ്? ശ്യാം പുഷ്കരൻ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആരായിരിക്കും അപ്പോൾ നായകൻ? അത് തീരുമാനമായിട്ടില്ല. എന്തായിരിക്കും ചോണം? അല്ല, അത് ഒന്നും പറയാറായിട്ടില്ല. അത് വഴിയെ വരാം. എന്തായാലും താമസിക്കാതെ തന്നെ അങ്ങനെ ഒരു പടം ഉണ്ടാവും.